Hello, my beautiful subscribers. Welcome back to my YouTube channel, Ponus Frames. സോ ഇന്നത്തെ വീഡിയോ പിഗ്മെൻറ്റേഷൻ ആൻഡ് ബ്ലെമിഷസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്കിന്ന്, ഹെയർ ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുമ്പം നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പം അതൊക്കെ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിൻ്റർ സീസണിൽ നമുക്ക് എല്ലാവർക്കും പിഗ്മെൻറ്റേഷനും പിന്നെ ബ്ലെമിഷസ് ഒക്കെ, പ്രത്യേകിച്ച് ബ്ലെമിഷസ് വരാൻ സാധ്യതയുള്ള ഒരു സീസണാണ് വിൻ്റർ സീസൺ. സോ അതിൻ്റെ ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വെറും 3 ഐറ്റംസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ 3 ഐറ്റംസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഗോതമ്പ് പൊടി, പിന്നെ രണ്ടാമത് അരിപ്പൊടി, മൂന്നാമത് തൈര്. അപ്പം ഈ 3 ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കംഫർട്ട് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സപ്പിൾ ആൻഡ് സ്കിൻ കിട്ടുന്ന ഒരു റെമഡിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി എടുക്കുക. അതേ റേഷ്യോയിൽ തന്നെ രണ്ടാമത് നമ്മൾ അരിപ്പൊടി എടുക്കുക, ആ റേഷ്യോയിൽ തന്നെ എടുക്കുക. പിന്നെ അതിന് ചേരുന്ന അത്രയും നമ്മൾ നല്ല രീതിയിൽ ചാലിക്കാനായിട്ട് കുറച്ച് തൈരും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പം മിക്സ് ചെയ്ത് കഴിയുമ്പം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാണ്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി, നമ്മുടെ സ്കിന്നിൽ ചെയ്യേണ്ട കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. സോ അപ്പോൾ നല്ല രീതിയിൽ ഇതിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം തേൻ നമുക്കറിയാം നമ്മുടെ സ്കിന്ന് അത്രയും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ അത്രയും സഹായിക്കുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് തേൻ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ തേൻ ചില സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത് അവരുടെ കുറച്ചുകൂടി ഡാർക്ക്നെസ് ഫേസിൽ ഫീൽ ചെയ്യാറുണ്ട് ചിലവർക്ക്. അപ്പം എനിക്ക് ഈ ഒരു ടൈമിൽ, അപ്പം എനിക്ക് സമ്മർ സീസണിൽ കുഴപ്പമില്ല, പക്ഷെ വിൻ്റർ സീസണിലൊക്കെ തേൻ ഉപയോഗിക്കുമ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഞാൻ അതുകൊണ്ട് പിമ്പിൾ വരുന്നത് കൊണ്ട് ഞാൻ തേൻ മാറ്റി വെച്ചതാണ്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പിനാണെങ്കിൽ നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും തേൻ ഉപയോഗിക്കുമ്പോൾ. കാരണം തേനിൻ്റെ അകത്ത് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സ്കിൻ ടൈപ്സ്, പല സ്കിൻ ടൈപ്സ് ആയതുകൊണ്ട് ചില സ്കിൻ ടൈപ്പിന് ചില റെമഡി നാച്ചുറൽ ആണെങ്കിൽ പോലും അതിൽ നമ്മുടെ സ്കിന്നിൽ പിടിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലവർക്കത് കംഫർട്ട് ആയിരിക്കില്ല. അപ്പോൾ കംഫർട്ട് ഉള്ളവർ തേൻ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ മാസ്കുകളൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് കോട്ടിങ് നമ്മുടെ സ്കിന്നിൽ കിട്ടാണ്ട് വരും. സോ ഓരോ മാസ്ക് ചെയ്യുമ്പം ഓരോരോ ഡിഫറൻസ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അറിയാൻ സാധിക്കും. അപ്പം ഇത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മാസ്കാണ്. കാരണം അരിപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്. ഇത് രണ്ടും കൂടി നമ്മളിപ്പം പാലിലാണെങ്കിലും തൈരിലാണെങ്കിലും നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് ആ മാസ്ക് ഇരിക്കും. സോ അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് കോട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം മാസ്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പം അത് വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ മാസ്ക് ജസ്റ്റ് ആദ്യമേ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം
ആദ്യമേ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുക്കുക, ഒന്ന് ടച്ചപ്പ് ചെയ്ത് മാത്രം എല്ലായിടത്തും ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ നിന്ന് മുകളിലേക്ക് വേണം ഈ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് എടുക്കുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിൽ അത് കൂടുതൽ നേരം അബ്സോർവ് ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല മാസ്ക് യൂസ് ചെയ്യുമ്പോൾ, ഇതുപോലുള്ള മാസ്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇങ്ങനെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെമഡീസ് ഓരോരുത്തർ നോക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെമഡീസ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നാച്ചുറൽ റെമഡീസ് ആണ്. നാച്ചുറൽ റെമഡീസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് 7 days ചെയ്യണമെന്ന് പറയുന്നത്. 7 days ചെയ്യുമ്പോൾ തന്നെ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. തൈര് ആഡ് ചെയ്യുമ്പം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തൈര്, പാല് എല്ലാം. അപ്പം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് തൈര് ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിതിൽ തൈര് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ടിപ്പായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് മാറാൻ ഇപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡാർക്ക് സർക്കിൾസ് ആൻഡ് വ്രിങ്കിൾസ്. അത് മാറാനായിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ നോക്കും. ക്രീംസ്, അണ്ടർ ഐ ക്രീംസ് ഒക്കെ നമ്മൾ മാർക്കറ്റിലൊക്കെ ഇപ്പം ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ വഴിക്കൊക്കെ പോവാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും കൊണ്ട് നമുക്ക് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പം പറയുകയാണെങ്കിൽ അലോവേര ജെല്ല് വളരെ നല്ലതാണ് ഡാർക്ക് സർക്കിൾ മാറ്റാനായിട്ട്. പിന്നെ വൈറ്റമിൻ ഇ ബെസ്റ്റാണ് അണ്ടർ ഐ ആൻഡ് അണ്ടർ ഐയിലെ വ്രിങ്കിൾസും ഡാർക്ക് സർക്കിൾസും ഒക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ മാസ്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ഇത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വന്നപ്പം ഞാൻ ഈ മാസ്ക് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് മാത്രം ഒന്ന് അണ്ടർ ഐയിലും ഒന്ന് ഡാർക്ക് സർക്കിൾസ് ഉള്ളവരൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കാണാം. എന്നും പറഞ്ഞ് എല്ലാ മാസ്കും എല്ലാ പാക്കും അണ്ടർ ഐയിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ എല്ലാ സ്കിൻ ടൈപ്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അണ്ടർ ഐയിൽ. ഡാർക്ക് സർക്കിൾസ് വരുന്നത് കൊണ്ട് മാത്രമല്ല, ഈ കണ്ണിൻ്റെ അടിയിലെ ചർമ്മം എന്ന് പറയുന്നത് സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾ വേറെ ചില പാക്കുകളൊക്കെ നമ്മൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പം ഈ കണ്ണിൻ്റെ അടിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിയുമ്പം ചിലവർക്ക് വ്രിങ്കിൾസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. 50% വ്രിങ്കിൾസ് വരാൻ ചാൻസ് കൂടുതലാണ് ചില പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് കണ്ണിൻ്റെ അടിയിൽ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അതിൽ പുറകിൽ എഴുതിയിട്ടുണ്ടാവും കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളത്. അത് ഇതുകൊണ്ടാണ്, സെൻസിറ്റീവാണ്. സ്കിൻ്റെ സെൻസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ അതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ തേർഡ് വൺ, നമ്മൾ ഇത് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20-25 മിനിറ്റ്സോളം നമ്മൾ സ്കിന്നിൽ വെച്ച് കഴിയുമ്പം അതൊന്ന് പതുക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. സോ ഡ്രൈ ആയി കഴിയുമ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബ്ലെമിഷസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ജസ്റ്റ് നമ്മുടെ ഹാൻഡ്സിൽ കുറച്ച് വെള്ളം ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്കിന്നിൽ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുക. നമ്മൾ ഫേസ് സ്ക്രബ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ സെയിം ആണ്. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ നമ്മുടെ സ്കിന്നിലുള്ള ആ ബ്ലെമിഷസ് ഒക്കെ പോകാൻ ചാൻസ്. എന്നും പറഞ്ഞ് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ചെറിയ ഒരു രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ പൊടി തട്ടി എടുക്കത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിൽ നിന്ന് ആ മാസ്ക് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാണ്ട് വേണം വാഷ് ചെയ്യാനായിട്ട്.
അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം നല്ല സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. പിന്നെ 5th ടിപ്പ് എന്ന് പറയുമ്പം ഈ മാസ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്, അരിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചില സ്കിൻ ടൈപ്സിന് ഗോതമ്പ് പൊടി ചേർക്കുമ്പം അല്ലെ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുമ്പം അരിപ്പൊടി യൂസ് ചെയ്യുമ്പം പിമ്പിൾസ് വരാനോ അല്ലെങ്കിൽ വീണ്ടും ഡ്രൈ ആവാനോ ചാൻസ് വളരെ കൂടുതലാണ്. ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്സിന് കുറച്ചുകൂടി കൂടുതലാവാൻ ചിലവർക്ക് ചാൻസ് ഉണ്ട്. ചിലവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്സ് ആയതുകൊണ്ട് ഗോതമ്പ് പൊടി ചിലവർക്ക് പിടിക്കണമെന്നില്ല. സോ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം അരിപ്പൊടി തീരെ സ്കിൻ ടൈപ്പിന് പറ്റാത്തവർക്ക് അവർക്കും ഈ കടലമാവ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം പിഗ്മെൻറ്റേഷൻ ആൻഡ് ബ്ലെമിഷസ് ഇപ്പോൾ ഈ സീസണിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതിന് ഒരു നാച്ചുറൽ റെമഡിയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് 7 days ആയിട്ടുള്ള ഒരു ചലഞ്ച് ആയിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ ഒരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ ബൈ ബൈ.